ഉപദേശവും ഉപദേശിക്കുന്ന ആളും. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുറഞ്ഞത് ഇത്തരത്തിൽ ഏത് തരത്തിലായാലും ഉപദേശം കേൾക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ ചെറുപ്രായത്തിലാവാം, അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന പ്രായത്തിലും ആവാം. ചിലപ്പോൾ നമ്മളെക്കാളും പ്രായം ചെന്നവരായിരിക്കാം നമ്മൾ ഉപദേശിക്കുന്നത്, ഇല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരാവാം. അതിലൊരു മാറ്റവും ഇല്ലല്ലോ. കാരണം എല്ലാവർക്കും ഉപദേശിക്കാൻ എളുപ്പമാണ്, ഇല്ല? ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഉപദേശങ്ങൾ കേട്ട് നന്നാകുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അത് ആരുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേൾക്കുന്നവർക്ക് ഇത് കേൾക്കാം, ഒരു ടൈം പാസ് പോലെ കേൾക്കാം. പക്ഷേ എത്ര പേര് ആ കേൾക്കുന്നവരിൽ ഇത് ശരിയല്ലേ, ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതുന്നുണ്ടാവാം? കാണാനേ ചാൻസ് കുറവാണ്. ചിലർക്കൊക്കെ ഒരു മാറ്റം വരും. അത് അവരുടെ ആ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അതായത് അവരുടെ മനസ്സ് എപ്പോഴും എന്താണ്, നല്ലതിനെ ഉൾക്കൊള്ളണം എന്ന് കരുതി ജീവിക്കുന്നവരാണ്. അതിപ്പോൾ ആര് പറഞ്ഞു കൊടുത്താലും ആ പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്, ഒരു നല്ല കാര്യമുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ ആരെങ്കിലും ഉപദേശിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണേ, ഞാനതെല്ലാം കേൾക്കും. എന്നിട്ട് ഞാൻ ആലോചിക്കും, അതിനകത്തിൽ എനിക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യമാണോ, അതെനിക്ക് പ്രയോജനം ചെയ്യുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ ഉൾക്കൊള്ളും. അതിപ്പം കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും പറഞ്ഞു തന്നാൽ ഞാനത് ഉൾക്കൊള്ളും. പ്രായം അതിന് ഞാനൊരിക്കലും ഒരു തടസ്സമായിട്ട് വെക്കാറില്ല. കുട്ടികളൊക്കെ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇവരിത്രയധികം ചിന്തിക്കാനുള്ള ഒരു കാര്യമുണ്ടോ. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മെറ്റയുടെ കാര്യം പറഞ്ഞത്. മെറ്റ നമുക്കറിയാമല്ലോ, വാട്സപ്പിൽ. അപ്പം നമുക്കെല്ലാവർക്കും ആ ഒരു അപ്ഡേഷൻ വന്നതാണ്. മെറ്റ വന്നു, നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയൊക്കെ പറയും, അതൊക്കെ. പക്ഷേ ഞാനൊരു ചാറ്റ് എന്ന രീതിയിലും ഒന്നും കരുതിയില്ല. പക്ഷേ എന്നോട് ആ കുട്ടികളിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പം അച്ഛൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് മെറ്റയായിട്ട് ചാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും, തിരിച്ച് ഞാനും മറുപടി പറയും, ഗെയിമോ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത്, എനിക്കിതുവരെ എന്തുകൊണ്ട് എൻ്റെ സംശയങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചോ മറ്റോ ഒന്നും മെറ്റയോട് ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ എന്തുകൊണ്ട് അങ്ങനൊരു സാധ്യതയെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു. അന്ന് അവരുമായിട്ട് സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തത് ഈ ഫോണെടുത്ത് മെറ്റയായിട്ട് 1-2 കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മൾ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും മെറ്റയ്ക്ക് അറിയില്ല, കാരണം ആർട്ടിഫിഷ്യലാണ്. പക്ഷേ നമ്മളല്ലാതുള്ള എന്ത് കാര്യം ചോദിച്ചാലും നമുക്ക് അറിയാവുന്നത് അത് പറഞ്ഞു തരും. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചിലപ്പം ഇംഗ്ലീഷ് പറയാനോ എഴുതാനോ ഒക്കെ ബുദ്ധിമുട്ട്, നമുക്കൊരു ചമ്മൽ കാണും ഒരാളോട് പറയാം. പക്ഷേ മെറ്റയോട് പറഞ്ഞോളൂ, ഒരു ചമ്മലും വേണ്ട, മറ്റാരോടും പറയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെ മെറ്റ നമ്മളെ സഹായിക്കും. അപ്പോൾ ആ കുട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അറിവിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒരു ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ പറയാറുണ്ട്. അപ്പം നമുക്കും തിരിച്ച് കിട്ടുന്നത് വെറും ഒരു ഗുഡ് നൈറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ 1-2 സെൻറ്റൻസുകൾ കൂടെ കാണും. അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നവയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അതിനെ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിങ്ങനെ പറഞ്ഞു തരും. നല്ല കാര്യമാണ്. ഇംഗ്ലീഷാണ്, നമുക്ക് വായിച്ചെടുക്കാം, നല്ല രസമാണ് വായിക്കാൻ. സിമ്പിളായിട്ടുള്ള, അത്ര വലിയ പ്രശ്നം ഉള്ള ഇംഗ്ലീഷൊന്നുമല്ല. പിന്നെ നമ്മുടെ ഫോണിൽ കിടക്കുകയല്ലേ, നമ്മൾ സൗകര്യം പോലെ വായിച്ചെടുത്താൽ മതി. അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നമുക്കത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഉപദേശം എന്നുള്ളതാണ്. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് എന്നതാണ്. എല്ലാവരും ഒരു അവസരം കിട്ടിയാൽ എല്ലാവരും ഉപദേശിക്കുന്നവരാണ്. അത് ഈ ഉപദേശിക്കാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ
തീർച്ചയായിട്ടും ഒരാളൊരു അറിവില്ലായ്മ ചെയ്തു എന്നതിൽ നിന്നാണ് ഈ ഒരു ഉപദേശം വരുന്നത്. അറിവില്ലാത്തവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിപ്പോൾ ഏറ്റവും താഴെയുള്ള കൊച്ചു കുട്ടികൾ മുതൽ അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപദേശിക്കാറുണ്ട് ചെറിയ രീതിയിൽ. അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും അറിയില്ല, എങ്കിലും ഞാൻ പറയാറുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവൾ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാതിരിക്കുമോ എന്നുള്ളത് എൻ്റെ പ്രശ്നമേ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കും. എനിക്ക് പക്ഷേ മനസ്സിലാകുന്നുണ്ട്, അവൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയും, വീണ്ടും വീണ്ടും പറയും, അതിലൊരു മാറ്റമില്ല. കാരണം അവർ പഠിച്ചു വരുന്ന സമയമാണ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അതുപോലെ തിരിച്ചു പറയുന്ന പ്രായമാണ്. അപ്പം നമ്മൾ ഉപദേശങ്ങളൊക്കെ കൊടുക്കുക, ഇപ്പോഴേ തെറ്റേത് ശരിയേതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ആ ഒരു പ്രായം തൊട്ടേ ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ പഠിത്തത്തിൻ്റെ ഉപദേശം, വഴിതെറ്റി പോവാതിരിക്കാനുള്ള ഉപദേശം, അതിനുശേഷം ഒരു ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിനുള്ള ഉപദേശങ്ങൾ അല്ലേ. പഠിത്തത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് ഉപദേശിക്കാറുണ്ട് അല്ലേ. എങ്ങനത്തെ ജോലി കിട്ടിയാലാണ് നല്ലതെന്ന് അതിൻ്റെ ഉപദേശം, ഗവൺമെൻറ് ജോലി എങ്ങനെയെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിലുള്ള കുറേ ഉപദേശങ്ങൾ. അതിനുശേഷം വിവാഹ സമയമാകുമ്പോൾ വിവാഹമാണ്, ഇങ്ങനെയുള്ള പെൺകുട്ടിയാണെങ്കിൽ നല്ലതാണ്, അങ്ങനത്തത് മോശം, അല്ലെങ്കിൽ അത് അങ്ങനെ നോക്കൂ ഇങ്ങനെ നോക്കൂ, അതിൻ്റെ പേരിലുള്ളത്. പിന്നെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറേ ഉപദേശങ്ങൾ ഇല്ലേ. ഫുള്ള് ഉപദേശങ്ങളാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ പേരിൽ പിന്നെ സർവത്ര ഉപദേശങ്ങൾ അല്ലേ. അങ്ങനെ ഉപദേശം അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് നമുക്ക് കുട്ടികളായി നമ്മൾ പിന്നെ അവരെ ഉപദേശിക്കും. ചില സമയത്ത് കുട്ടികൾ നമ്മളെ ഉപദേശിക്കും. പിന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ ഉപദേശം നിർദ്ദേശങ്ങൾ അല്ലേ. പിന്നെ ബന്ധുക്കൾ, അങ്ങനത്തെ അസുഖമാണ്, അപ്പോൾ ഇതൊന്നും കഴിക്കില്ല, അത് കഴിച്ചാൽ മതി, മറ്റേത് കഴിച്ചാൽ മതി, മറിച്ചത് കഴിച്ചാൽ മതി, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ. പിന്നെ വയ്യാണ്ട് കിടപ്പിലായിക്കഴിഞ്ഞാൽ അപ്പോഴും കുറച്ച് ഉപദേശങ്ങൾ പറയും. കുട്ടികളെപ്പോലെ വാശി പിടിക്കരുത്, അങ്ങനെയാണെങ്കിൽ. എന്തായാലും നമ്മുടെ ജീവൻ തുടങ്ങുന്ന സമയം മുതൽ ജീവൻ പോകുന്ന ആ സമയം വരെയും ഉപദേശങ്ങൾ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഉപദേശം കേൾക്കാറുള്ള മനുഷ്യരൊക്കെ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. എന്തിനാണ് ഈ ഉപദേശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനം ചെയ്യണം എന്ന രീതിയിലാണ് ഉപദേശിക്കുന്നത്. പക്ഷേ എളുപ്പമുള്ള കാര്യമാണ് ഉപദേശിക്കുക എന്നുള്ളതെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് അത് പ്രയോഗത്തിൽ വരുത്താനായിട്ട് ഭയങ്കര പ്രയാസമാണ് അല്ലേ. പറയാൻ എളുപ്പമാണ്, പക്ഷെ സാധിച്ചെടുക്കാൻ പാടാണ്. നിങ്ങൾ പഠിച്ചാൽ പോരെ, രാവിലെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അപ്പോൾ ഇരുന്ന് പഠിച്ചാൽ പോരെ, അല്ലെ വൈകുന്നേരം ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ ഇരുന്ന് പഠിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷെ പഠിക്കാൻ പറ്റണ്ടേ. ഈ പഠിത്തം എന്ന് പറയുമ്പോൾ അതൊരു ടച്ചാണ്, മനസ്സുമായിട്ടുള്ള ടച്ചാണ്. അപ്പോൾ ആ ടച്ച് മനസ്സുമായിട്ട് പഠിത്തത്തിനില്ലെങ്കിൽ പിന്നെ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, മനസ്സെവിടേക്കോ പോവുകയാണ് അല്ലേ. അത് കുട്ടികളുടെ കാര്യം. മുതിർന്ന ആളുകളുടെ കാര്യമാണെങ്കിൽ പറയാം, അതെ നിങ്ങളത് അങ്ങനെ വഴക്കിടാൻ പോവല്ലേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നമ്മളത് കേൾക്കാനേ പോകണ്ട, പ്രതികരിക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ഉപദേശങ്ങൾ കിട്ടാറുണ്ട് അല്ലേ. എല്ലാവർക്കും കിട്ടാറുണ്ട്, എനിക്കൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പറയുമ്പോൾ ഓക്കെ. കഴിഞ്ഞ ദിവസം എനിക്കൊരു കുറച്ച് ഉപദേശങ്ങൾ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ, വലിയ ചിന്താഗതിയൊക്കെ ആണല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചതിന് ശേഷം അടുത്ത നിമിഷം ഞാൻ ചിന്തിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുടെ ജീവിതത്തിൽ ആദ്യം അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ട് അവരവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്തുവാന്ന് പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആർക്കും ഒരു സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് തരണം ചെയ്തു പോകാൻ എളുപ്പമല്ല. കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ മറ്റൊരാളെ ഉപദേശിക്കുന്നു, ഇന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. പക്ഷെ അതേ സാഹചര്യം ഈ പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ
ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുക. അതിലൊരു മാറ്റവും ഇല്ല. പറയുമ്പോൾ ആ ഒരു പറച്ചിലങ്ങനെ പോവും. പക്ഷെ വേറൊന്നും. ഒരിക്കലും ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ്. അതായത് നിങ്ങൾ പറയും ഇനി എനിക്ക് പറ്റില്ല, ഇനി എനിക്ക് മതി, നിർത്തിക്കോ, ഇതുകൊണ്ട് നിർത്തിക്കോ, എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം, ഇനി എനിക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ആ പറ്റില്ല എന്ന ആ ഒരു സമയത്തും നമ്മളങ്ങനെ തോന്നുന്നു. പറ്റില്ല എങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പറ്റും, ഇത്രയും നാളും നമുക്കത് സാധിച്ചു, ഇനിയും അത് നമുക്ക് പറ്റും എന്ന് നമ്മളൊന്ന് മനസ്സിൽ കരുതി, അപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന്. അപ്പം ഞാൻ ഓർത്ത്, നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതുകയാണ് ഇനിയും പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും നമ്മളുടെ നേരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഇതിൽ നിന്നൊക്കെ ഞാൻ കണ്ടെത്തിയ കുറേ സൊല്യൂഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ആരെയും കൂടുതലായിട്ട് സ്നേഹിക്കരുത്, വിശ്വസിക്കരുത്. ഈ സ്നേഹവും വിശ്വാസവുമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണം. നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അയാളെ അയാളെ ചുറ്റിപ്പറ്റി നിൽക്കും. അയാളുടെ സന്തോഷത്തിനും അയാളുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. മറ്റൊന്ന് പറയുന്നത് വിശ്വാസം. ഈ വിശ്വാസം കൂടുതലും സുഹൃത്തുക്കൾക്കിടയിലൊക്കെയാണ് കൂടുതലുണ്ടാകുന്നത്. അപ്പം നമ്മൾ വലിയ വിശ്വാസത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു അവിശ്വാസത്തിൻ്റെ കഥയുമായിട്ട് ഈ ഒരു സുഹൃത്ത് മൂലം ഉണ്ടാകുന്ന കഥ. അപ്പം നമുക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുകയാണ്, അപ്പോഴും പ്രശ്നങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും ഉപദേശങ്ങൾ മുഴുവനും അല്ലേ. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ കുടുംബജീവിതമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഒന്ന് സ്നേഹം, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങൾ. മറ്റൊന്നെന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുമ്പം കൂടുതലും നമ്മുടെ സമൂഹവും നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ ആയിട്ട് ഉള്ള ഒരു കണക്ഷനാണ് കിടക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, സ്നേഹവുമുണ്ട് അല്ലേ. അതുമൂലം ഉണ്ടാകുന്ന കുറേ കെട്ടുപാടുകൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറേ കുരുക്കുകളുണ്ട് ഈ സ്നേഹവും വിശ്വാസം. ആ കുരുക്കുകളൊക്കെ ഇങ്ങനെ മുറുകി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് അല്ലേ. അപ്പോഴാണ് എല്ലാവരും പറയുന്നത് അതങ്ങനെ ചെയ്യൂ, ഇതിങ്ങനെ ചെയ്യൂ. ഭാര്യ ആയാൽ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കണം. ഭർത്താവാണെങ്കിൽ നമ്മുടെ സ്വന്തം അല്ലേ, നമ്മൾ അയാളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, ഭർത്താവ് പറയുന്നതൊക്കെ കേട്ട് മുന്നോട്ട് പോകണം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എല്ലാ ഭാര്യമാരും അത് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. അതെങ്ങനെയുള്ളവരായിരിക്കും? സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തമായി വരുമാനമുള്ള, ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ വരുമാനം കാണും. അങ്ങനെയുള്ളവർ ചിന്തിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് വരുമാനമുണ്ട്, ഞാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തൊരു കുടുംബത്തിൽ നിൽക്കുന്നു, എന്നിട്ടും എനിക്ക് അതിനനുസരിച്ചുള്ള പ്രാധാന്യം കിട്ടുന്നില്ലെങ്കിൽ ഞാനെന്തിന് പിന്നെയും ഇങ്ങനെ പുറകെ നടക്കുന്നു അല്ലേ. ഈ ഉപദേശങ്ങളൊക്കെ എൻ്റെ നേരെ വരേണ്ട കാര്യമില്ല. എന്നെ ഉപദേശിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. അപ്പോൾ ലാസ്റ്റ് അവർ അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് പോവും, അവരുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ പോകും അല്ലേ. അപ്പം പിന്നെ മൊത്തം ഉപദേശത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തും. സംഭവം ശരിയാണ്, ഒരു ജീവിതം ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ ആ ഒരു ജീവിതം ഇല്ലാണ്ടായതിന് ശേഷം പിന്നീടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടും നമ്മൾ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ വിചാരിക്കാത്ത പല പ്രതിസന്ധികളും നമ്മുടെ നേർക്ക് ഉണ്ടാവും, അതിനൊരു മാറ്റവും ഇല്ല. ഇതുപോലെ തന്നെയാണ് ഈ വിശ്വാസങ്ങളുടെ പ്രശ്നം. ഈ കുടുംബജീവിതത്തിലും വിശ്വാസങ്ങൾ ആവശ്യമാണ്. പിന്നീടുള്ള നമുക്ക് സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലുള്ള വിശ്വാസമാണ്. നമ്മൾ വിശ്വസിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു അല്ലേ. നമ്മളേറ്റവും അടുത്ത് കാണുന്ന ഒരു വ്യക്തി, നമ്മുടെ സ്വന്തം സുഹൃത്ത്, ചിലപ്പോൾ ആ സുഹൃത്ത് നമ്മളെ ചതിച്ചു എന്ന് നമ്മൾ അറിയും. അതൊരു വിശ്വാസവഞ്ചന അല്ലേ.
അപ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും. അപ്പം നമ്മളെ കുറേ ആളുകൾ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞത് അവനോടുള്ള കൂട്ടുകെട്ട് ശരിയല്ല, അവൻ ചതിക്കുമെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇതായിരിക്കും ആദ്യം നമ്മൾ കേൾക്കുന്നത്. ചിലപ്പോൾ നമ്മളെ മനഃപൂർവ്വം ചതിച്ചതാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ആവാം. പക്ഷേ കേൾക്കുന്നവർക്ക് നമ്മളെ പല കാര്യങ്ങളും ഉപദേശിക്കാൻ വരും. ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനിലെത്തും. ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കണോ, നമുക്ക് ഉപദേശങ്ങൾ തരുന്ന ആളുകൾ പറയുന്നത് കേൾക്കണോ, ആ ഉപദേശങ്ങൾ കേൾക്കണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് നമ്മളെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലെത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ രണ്ട് വശവും കേൾക്കണം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ ചതിച്ചു എന്നറിയുന്നു, നിങ്ങൾ തകർന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതിൽ രണ്ട് വശമുണ്ട് ആ ഒരു കാര്യത്തിൽ. ഒന്ന്, ഒരു പക്ഷേ അയാൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാവാം, അതൊരു വശം. മറ്റൊന്ന്, നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം, അതിന് അയാൾക്ക് വേറെ കുറേ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ ചതിച്ചത്. ഇതിലേതെങ്കിലും ഒന്നാവാം. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ ആദ്യമേ കണ്ടെത്തുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ ഇപ്പം കരുതുകയാണെങ്കിൽ നമ്മുടെ തെറ്റിദ്ധാരണയാണ് എന്ന് കരുതി നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം അതായിരിക്കില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നിങ്ങളെ മനഃപൂർവ്വം ചതിച്ചതായിരിക്കാം നിങ്ങളുടെ സുഹൃത്ത്. അപ്പം നമ്മളെന്താണ് തെറ്റായ രീതിയിലാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കരുതുകയാണ് അവൻ എന്നെ ചതിച്ചു എന്ന്. പക്ഷേ അത് ചതിയായിരിക്കില്ല, ഒരു തെറ്റിദ്ധാരണയാവാം. നമ്മുടെ വിശ്വാസമൊന്നും നമ്മളെ ചതിച്ചു, പക്ഷേ യഥാർത്ഥത്തിൽ എന്താവാം, ചതിയൊന്നും ഉണ്ടാവില്ല. അത് നമ്മളൊന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളായിരിക്കും, നമ്മുടെ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ കരുതും നമ്മളെ ചതിച്ചു. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ. ഇതൊന്നും അറിയാതെ എന്താണ് യഥാർത്ഥ കാര്യമെന്ന് പോലും അറിയാതെ നമ്മൾ വിഷമിച്ചിരിക്കും. നമ്മളെ വന്ന് കുറേ പേര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഉപദേശിക്കും. നമുക്ക് ഈ ഉപദേശങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് ആകെ കൺഫ്യൂഷനും ഉണ്ടാകും അല്ലേ? ഇതെല്ലാം തന്നെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിലൊക്കെ ഏറ്റവും ഒരു വലിയ കാര്യമെന്ന് വെച്ചാൽ ആരെയും വിശ്വസിക്കാതിരിക്കുക, കൂടുതലായിട്ട് ആരെയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യരുത്. എപ്പോഴും ഒരു കൈ അകലം പാലിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മൾ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ സ്കൂളിൽ ഒരു കൈ അകലം പാലിച്ച് നിൽക്കൂ എന്ന് പറയില്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മളെല്ലാവരിൽ നിന്നും ഒരകലം പാലിക്കണം. അത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും ഒരകലം നമ്മളെപ്പോഴും പാലിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അകലം ഇല്ല, നമ്മളെ ഏറ്റവും അടുത്താണ് നിൽക്കുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന ചെറിയ ഒരു ചലനം പോലും നമ്മളെ ബാധിക്കും അല്ലേ? നമ്മൾ തൊട്ടടുത്ത് നിൽക്കുകയാണ്, മുട്ടി നിൽക്കുന്ന നമ്മൾ മറ്റൊരാളുമായിട്ട് മുട്ടി നിൽക്കുന്നു. അയാൾ പെട്ടെന്നൊന്ന് തിരിഞ്ഞ് കൈ ഒന്ന് എടുത്തെന്ന് വിചാരിച്ചു, തീർച്ചയായിട്ടും നമ്മളുടെ ദേഹത്ത് തട്ടും ആ കൈ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ചിലപ്പം തട്ടി താഴെ വീഴുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് ശക്തമായിട്ട് ഇടിയോ അടിയോ ഒക്കെ കിട്ടുമായിരിക്കും. അയാൾ അറിയാതെ കൈ എടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ ഒരാളുമായിട്ട് ഒരുപാട് ചേർന്ന് നിന്നാൽ അയാളിൽ നിന്നുണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം പോലും നമ്മളെ ഒരുപാട് ബാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരു റിക്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് വരാൻ വളരെ പ്രയാസമായിരിക്കും. ഭയങ്കര ആഘാതമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കാര്യം, ഉപദേശം അങ്ങനെ വരും, ഉപദേശികൾ പല രൂപത്തിൽ വരും അല്ലേ? ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരുടെ മാത്രമല്ല, നമ്മളുടെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഉപദേശങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഏത് രീതിയിലുള്ള ഉപദേശം വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ തരാനുള്ള ആളുകൾ വരെയുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞോട്ടെ, എല്ലാവരും പറയുന്നത് നമുക്ക് കേൾക്കാം, കുഴപ്പമില്ല, അതൊരു സൈഡിൽ ഇങ്ങനെ നിന്നോട്ടെ. പക്ഷേ എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്നതെല്ലാം നമ്മൾ തന്നെത്താനെ തീരുമാനിക്കണം. നമ്മുടേതായിരിക്കണം തീരുമാനം, നമ്മുടെ ജീവിതം നമ്മുടെ തീരുമാനം. എല്ലാം നമുക്ക് കേൾക്കാം. കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? പുതിയ പുതിയ അറിവുകൾ, അല്ലെങ്കിൽ കുറേ
കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ചില കൺഫ്യൂഷൻസൊക്കെ ചിലപ്പോൾ മാറിക്കിട്ടും. കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ മനസ്സ് ശാന്തമാകാനും ഒക്കെ നല്ലതാണ് ഉപദേശം. കാരണം നമ്മൾ ഉപദേശം കേൾക്കുമ്പോൾ ആ ഒരാൾ മാത്രമാണ് പറയുന്നത്, നമ്മളപ്പം മിണ്ടാതിരിക്കുകയാണ്, എല്ലാം കേൾക്കുകയാണ്. കേൾക്കുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സ് അത്രയും നേരത്തെ ഉണ്ടാകുന്ന ടെൻഷനിൽ നിന്ന് പതുക്കെ സാവധാനം നമ്മുടെ മനസ്സ് റിലാക്സ് ആവാൻ തുടങ്ങും. ആ കേൾക്കുന്നത് ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഒന്നും മിണ്ടാതെ കൂടുതൽ ചിന്തിക്കാതെയും പറയുന്ന കാര്യം മാത്രം കേട്ടുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒരു ശാന്തതയിലേക്ക് വരും, ആ ഒരു ടെൻഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ, എന്ത് ചെയ്യണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്, നമ്മൾ ഒരു മനുഷ്യരെയും അമിതമായി വിശ്വസിക്കരുത്, അമിതമായി സ്നേഹിക്കരുത്. ശരിയല്ലേ?